മറ്റൊരു ചോദ്യമാണ് സാർ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മള് ഈ ഉമ്മർ ഫൈസി എന്ന് പറയുന്ന സമസ്തയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഈ ഒരു വൃത്തികെട്ട അതിന് മറ്റു ഭാഷയാണ് ഞാൻ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കാറ്. പക്ഷെ സാർ ഇവിടെ ഉള്ളത് കൊണ്ട് സാറിനോടുള്ള ഒരു ബഹുമാനം കൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. ഇവരെയൊക്കെ ഉപയോഗിക്കേണ്ട ഭാഷ മറ്റൊരു ഭാഷയാണ്, അത് വിട്ടുകളയാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അടുത്തൊരു വിഷയമാണ് സർ, അയോധ്യ രാമജന്മഭൂമിയും വഖഫ് സ്വത്ത് എന്ന അവകാശവാദവുമായി രംഗത്ത് വന്നത് മറ്റാരുമല്ല, ഇവിടെ മതേതര മുഖം മൂടി ധരിച്ച് നടക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാടൻ തറവാടാണ്. പാണക്കാട് തറവാട്ടുകാരെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ബോംബ് സ്ഫോടനം നടത്തുമെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മറ്റൊരു മുഖം എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഈ വ്യക്തി പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യത്തെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് സാർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക സാർ? അതായത് വഖഫ് സ്വത്ത് അവകാശവാദവുമായി മുസ്ലിം ലീഗിന്റെ ഇയാൾ വരികയാണ്. അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രം പോലും, ആ ക്ഷേത്രം നിൽക്കുന്ന ആ ഭൂമി പോലും വഖഫ് സ്വത്തായിരുന്നെന്നും ഇത് കോടതിയുടെ ഉത്തരവ് വന്നത് കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊരു ആനുകൂല്യം വന്നതാണ്, ഞങ്ങൾ അങ്ങോട്ട് അംഗീകരിച്ചതാണ്, വേണേ കൊണ്ടുപൊക്കോ എന്നുള്ള രീതിയിൽ. എങ്ങനെയാണ് സാർ ഇയാളുടെ ഈ പറയുന്ന ഈ സാദിഖ് അലി ശിഹാബ് ഈ തങ്ങളുടെ ആ പ്രസ്താവനയിൽ കൂടി VHPയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് കാണുന്നത് എങ്ങനെയാണ്? ബൈജു ആദ്യമേ തന്നെ സൂചിപ്പിച്ചല്ലോ, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ചില മുസ്ലിമുകള്, അപൂർവങ്ങളിൽ അപൂർവം മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം അടക്കമുള്ള ബഹുമാന്യരായ വിശ്വ പൗരന്മാരുണ്ടായിരുന്നു. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവം, അത് ഭാരതത്തിന്റെ മണ്ണില് 1% പോലും അങ്ങനെയുള്ള ആളുകള് ഇല്ല. പറഞ്ഞു മനസ്സിലായല്ലോ? അദ്ദേഹം, ഞാൻ ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തെ എങ്ങനെ ഒരു മുസ്ലിം, ജന്മം കൊണ്ട് മുസ്ലിമാണ്, സമ്മതിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനോഭാവം എന്തായിരുന്നു? ഭാരതത്തിന്റെ പ്രധാന പൗരന്റെ കസേരയിലേക്ക് പോകുമ്പോ ലോക രാഷ്ട്രങ്ങളോട് ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അതിൽ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അതിലെന്താണ് പറഞ്ഞിരുന്നത്? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് പ്രേരണയും പ്രചോദനവുമായത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായിട്ടുള്ള തമിഴ്നാട്ടിലെ, ഞാൻ ആ സ്ഥലത്തിന്റെ പേരെങ്ങും പെട്ടെന്ന് വിട്ടുപോയി, വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അവിടുത്തെ ആ ക്ഷേത്രത്തിലെ നിവേദ്യ പ്രസാദം, അവിടുത്തെ മേൽശാന്തി, വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഞാൻ. അദ്ദേഹം എനിക്കത് തരുമായിരുന്നു. എൻ്റെ ഉയർച്ചയുടെ, എൻ്റെ വളർച്ചയുടെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് ആ സർവേശ്വരന്റെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അത്രത്തോളം സത്യത്തെ മൂടിവെക്കാതെ പരമമായ സത്യത്തെ അംഗീകരിക്കുന്ന ഒരു ആ വ്യക്തിത്വങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമാണ്. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിലെ നാം ആലോചിക്കും. ഞാൻ അതിന് മറ്റൊരു കാര്യം കൂടെ, ഇപ്പൊ ബംഗ്ലാദേശ് വിഷയം ഇതുമായിട്ട് ബന്ധമുള്ളതല്ല, ഞാൻ ഓടിച്ചൊന്ന് പറയുകയാണ്. ആ ബംഗ്ലാദേശിലെ പ്രളയം ഉണ്ടായപ്പോഴും അതേപോലെ തന്നെ കോവിഡ് ബാധിച്ചപ്പോഴും ഒക്കെ ഉണ്ടായ ഒരു സംഭവം ഉണ്ടല്ലോ, അത്രത്തോളം ലോകത്തെ ആകെ വിറപ്പിച്ച ഒരു രംഗമായിരുന്നു. ആ സമയത്തൊക്കെ ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് ജാതിയുടെയോ ഉപജാതിയുടെയോ രാഷ്ട്രീയത്തിന്റെ മുഖം നോക്കാതെ ഇസ്കോൺ എന്ന് പറയുന്ന ആ മഹാപ്രസ്ഥാനം, ആ വിശ്വപ്രസിദ്ധമായ പ്രസ്ഥാനം, അവിടുത്തെ സന്യാസിമാരെ, ഋഷീശ്വരന്മാരായിട്ടുള്ള ആ സന്യാസിമാര് മുഴുവൻ എണ്ണത്തിനും വെച്ച് വിളമ്പിക്കൊടുത്തില്ലേ? അത് കഴിച്ച് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പെയല്ലേ ആ സന്യാസി വര്യനെയും എന്ന് മാത്രമല്ല അവിടുത്തെ മുഴുവൻ ന്യൂനപക്ഷങ്ങളെയും വെട്ടി നുറുക്കി, എന്തിനേറെ കന്നുകാലികളെ പോലും വെറുതെ വിട്ടില്ല.
ആ ആശ്രമം വകയുണ്ടായിരുന്ന കൃഷിത്തോട്ടങ്ങൾ മുഴുവൻ നശിപ്പിച്ചില്ലേ? അപ്പൊ ഇവരെ നെറികേടിന്റെ പര്യായമാണോ? അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നന്ദികേടിന്റെ പര്യായം എന്നല്ല. ഇപ്പൊ ഇവിടെ ഇവർക്ക് ഇവരോടല്ലാതെ വേറെ ആരോടും പ്രതിബദ്ധതയില്ല. ആരോടും ഇവരെ ഇങ്ങനെ താണു വണങ്ങി. അതുകൊണ്ടാണല്ലോ സന്ദീപ് വാര്യര് BJP-യിൽ നിന്ന് കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയപ്പോ, കാരണം എന്തുമായിക്കോട്ടെ, ഞാൻ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഇവിടെ കാണേണ്ട ഒരു കാര്യം എന്താണ്? VD സതീശനും K സുധാകരനും ഒക്കെ കൂടെ ചേർന്നിട്ട് അയാളെ ചെവിക്ക് പിടിച്ച് നേരെ കൊണ്ടുപോയത് എവിടേക്കാണ് കൊണ്ടുപോയത്? ഇവിടെ കൊണ്ടുപോയി മുത്തം കൂടാനായിട്ട് കൊണ്ടുപോവായിരുന്നു. ഇനി വേറെ എന്തൊക്കെ നടന്നു അകത്ത് നടന്നു എന്ന് നമുക്കറിയില്ല, അത് വേറെ വിഷയം, പോവട്ടെ. പക്ഷെ ഇത് ഈ കോൺഗ്രസിന്റെ അടിയറവ്, മുസ്ലിം ലീഗിന്റെ മുമ്പിൽ അടിയറവ് വെക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്ന് വേണം കരുതുക. അപ്പൊ ഇവിടെ എന്താണ്? അവരത് പറയും. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് അവരുടെ ഉൾക്കാഴ്ചയാണ്. അവർ ഏതൊരു കാര്യത്തിനും 10 വർഷത്തേക്ക് അഡ്വാൻസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് തിങ്കേഴ്സ് പാണക്കാട് എപ്പോഴും ഉണ്ട്. പാണക്കാട് തറവാട്ടിലെ അല്ലെങ്കിൽ അവര് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിട്ടൊക്കെ ഇരിക്കുന്നെങ്കിൽ അവരുടെ അവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ വേറെ ഒരു ടീമാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത് എന്നാണ് അറിയാനായിട്ട് പിന്നാമ്പുറം കേൾക്കാൻ ഇടയായത് എന്ന് വേണം പറയുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കണ്ടെത്തലാണിത്. ഇപ്പൊ ബൈജു, നമ്മൾ കേരളത്തില് ഭയപ്പെടേണ്ട, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വഖഫ് ഭൂമിയാണ് എന്നുള്ള പ്രസ്താവന വരാൻ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വഖഫ് സ്വത്താണ് എന്ന് പ്രഖ്യാപിക്കാനായിട്ട് വരുന്നത്. കാരണം അതിനിടയ്ക്ക് അവരുടെ ശവക്കോട്ടയുണ്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് അവരുടെ ശവക്കോട്ടയുണ്ട്. വാരണാസി റെയിൽവേ സ്റ്റേഷനില് UP-യിലെ പല റെയിൽവേ സ്റ്റേഷനുകളും വഖഫ് സ്വത്താണെന്ന് തെളിയിക്കാൻ പറ്റുന്നത്. എന്തിനേറെ, നാളെ പറയും ശബരിമലയും വഖഫ് സ്വത്താണെന്ന്. അവസാനം ഈ പാവം ഹിന്ദു, എനിക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനായ ഹിന്ദുവിനോടും കോൺഗ്രസ്സുകാരനായ ഹിന്ദുവിനോട് ചോദിക്കാനുള്ളത്, ഇവന്മാരെ എന്തോ ഒരു വിവരം കെട്ട ലോകത്താണ് ജീവിക്കുന്നത് എന്ന്. ഇവിടുത്തെ മുസ്ലിമങ്ങൾക്ക് സംഘടിക്കാം, മുസ്ലിമങ്ങളെ അവന്റെ മതത്തിന് വേണ്ടി, അവന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാം. നാം ഒന്ന് ആലോചിച്ച് നോക്കുകയും ഇതെല്ലാം തന്നെ ഇത് എവിടേക്കാണ് ഈ പോക്ക് പോകുന്നത്? രാമജന്മഭൂമിയില് നാം ആലോചിച്ച് നോക്കണം. കൃത്യമായിട്ട് സ്കന്ദപുരാണം, സുപ്രീം കോടതിയിൽ പോലും വന്ധ്യവയോധികനായിട്ടുള്ള നമ്മുടെ അഭിഭാഷകൻ, അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട്, പരാശരൻ വക്കീൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കോടതിയോട് പറഞ്ഞത്, ഒരാളുടെ അച്ഛന്റെ പേര് മാറ്റാം, അമ്മയുടെ പേര് മാറ്റാം, സ്വന്തം പേര് മാറ്റാം, വീട്ടുപേര് മാറ്റാം, പക്ഷെ ഒരുത്തന്റെ ജന്മസ്ഥാനം മാറ്റാൻ ഇതുവരെ ഭരണഘടനയിൽ വ്യവസ്ഥയില്ല. അതുകൊണ്ട് സ്കന്ദപുരാണത്തിന്റെ ആ ഒറിജിനൽ വേർഷനും അതിന്റെ ട്രാൻസ്ലേഷനും കൂടെ കോടതിയെ ഹാജരാക്കി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ അയോധ്യയുടെ സകല പ്രാധാന്യവും പറയുന്നത്. ഇതാണ് എന്തോ ഒരു വിവരക്കേടാണ് ഈ മുസ്ലിം ലീഗിന്റെ. അയാളുടെ ഉള്ളിലുള്ള വർഗീയ വിഷമാണ് ആ പുറത്തേക്ക് പ്രകടിതമായത്. ഹിന്ദു വിരുദ്ധതയാണ്. ശബരിമല വിഷയം വന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, ഡോക്ടർ എം കെ മുനീർ. ഓർഡിനറി ലേമാൻ ആണോ? അല്ലല്ലോ, പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹം പഠിച്ച ആളല്ലേ. എന്നിട്ട് അയാള് ശബരിമലയെ എത്രത്തോളം ആക്ഷേപിക്കാമോ, അധിക്ഷേപിക്കാമോ, അപമാനിക്കാമോ, അവമതിക്കാമോ അത്തരത്തിൽ അവമതിച്ചുകൊണ്ട് അതിന്റെ ഒരു പുസ്തകം തന്നെ ആ കാലഘട്ടത്തിൽ പ്രകാശനം ചെയ്തു. നാം ആലോചിച്ചു നോക്കുന്നു. അപ്പൊ ഇവിടെ അത് തന്നെയാണ് ഈ ഉമ്മറും ചെയ്തത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അയക്ക് ഒരേ ചാൻസ് നോക്കിയിരിക്കുകയാണ്, ആ ചാൻസ് അടിച്ചു പൊട്ടിച്ചു. കാരണം അതെന്തുകൊണ്ടാണ്? അവരുടെ ആത്മവിശ്വാസം കൂടുതൽ, അവരെ ചോദ്യം ചെയ്യാൻ, അവരെ എതിർക്കാൻ ആരുമില്ല. കാരണം ഞാൻ പറയാം, ലാൽ ബഹദൂർ ശാസ്ത്രി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ജമ്മു കാശ്മീരിലെ ഹസ്രത്ത് ബാൽ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ ഹസ്രത്ത് ബാലിലെ ആ പള്ളിയിലെ പരമകാരുണികനായ അള്ളാഹുവിന്റെ തിരുമുടിയെന്നോ ഏതോ ഒരു രോമമോ എന്തോ ഏതായാലും അവിടെ അങ്ങനെ ഉണ്ട്. ഒരു രാത്രിയില് അതെങ്ങനെയോ കളവ് പോയി. ആരാണെന്നറിയില്ല. മായയായി വന്നു, മായയായി തന്നെ പോയി എന്നാണ് പൊതുസമൂഹത്തില് വിവരമുള്ള ആളുകൾ പറഞ്ഞു കേട്ടത്. അങ്ങനെയാണ്, മായയായി വന്നു, മായയായി തന്നെ അത് പോയി. പക്ഷേ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹം പറന്നെത്തി. എവിടെ? ജമ്മു കാശ്മീരിൽ പറന്നെത്തി.
ഹസ്രത്ത് ബാൽ പള്ളിയിൽ പോകുന്നു. ഏതായാലും ഒറ്റ രാത്രി കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ മായയായി പോയ, ആവിയായി പോയ ആ പരമകാരുണികനായ അള്ളാഹുവിന്റെ ആ തിരുമുടി കണ്ടെത്തി കൊടുത്തു. ഇവിടെ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കണ്ടേ. രാമജന്മഭൂമി വിഷയം നടന്ന സമയത്ത് പലരും ചോദിച്ചിരുന്നു, ഈ പറയുന്ന ഇവിടുത്തെ മുസ്ലിങ്ങൾ അടക്കം ചോദിച്ചിരുന്നു, അതിന് തെളിവുണ്ടോ എന്ന്. രാമൻ അയോധ്യയിലാണ് ജനിച്ചതെന്ന് തെളിവുണ്ടോ? ഉണ്ട്. നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ടുകൾക്കപ്പുറത്ത് ധ്യാനനിരതരായ ഋഷീശ്വരന്മാരായ സന്യാസിമാർക്ക് ലഭിച്ച ഉൾപിടികൾ, അത് ഈശ്വരീയ വചനങ്ങളായിരുന്നു. ആ തിരുവചനങ്ങൾ ധർമ്മഗ്രന്ഥങ്ങളായി രൂപപ്പെട്ടു എങ്കിൽ ആ രൂപപ്പെട്ട ധർമ്മഗ്രന്ഥങ്ങൾ കൃത്യമായ പരാമർശം ഉണ്ടായിരുന്നു. സുപ്രീം കോടതി പോലും അതിനെ അംഗീകരിക്കുന്നു. അങ്ങനെ സുപ്രീം കോടതി അംഗീകരിച്ച ആ രേഖയിലെ രാമജന്മഭൂമിക്ക് തെളിവ് ചോദിക്കുന്ന വിവരക്കേടാണ് പറയുന്നത്. അപ്പൊ അത് വഖഫിൻ്റെതാണെന്ന് എന്താണ് അതിന് തെളിവ്? പറയട്ടെ. നിങ്ങൾ തെളിവ് കൊണ്ടുവരികയാണ് എങ്കിൽ നമുക്കത് പരിശോധിക്കാം, കോടതിയിൽ ചലഞ്ച് ചെയ്യാം. രാമജന്മഭൂമി വിഷയത്തില് ഭാരതത്തിലെ മുസ്ലിമങ്ങള് നാം ആലോചിച്ച് നോക്കണം. 1984 ഫൈസാബാദ് ജില്ലാ കോടതിയിൽ ഫയൽ ചെയ്ത കേസിലടക്കം, അലഹബാദ് ഹൈക്കോടതിയിലടക്കം വന്ന കേസില് ഈ കേസുകളെല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് 1986 ഫെബ്രുവരി മാസം 1-ാം തീയതി പുറപ്പെടുവിച്ച കോടതി വിധിയിൽ ഹിന്ദുക്കൾക്ക് രാമജന്മഭൂമിയിലെ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ആരാധന നടത്തുവാൻ അനിയന്ത്രിതമായ അവകാശമുണ്ട് എന്നാണ്. യാതൊരു കോടതി വിലക്കുകളോ കോടതി ഉത്തരവുകളോ ഇല്ല, സർക്കാർ ഉത്തരവുകളില്ല എന്ന് വ്യക്തമാക്കിയിരുന്നല്ലോ. അതിനെതിരെ എന്തുകൊണ്ടാണ് ഇതിന് പോവാതിരുന്നത്? മുസ്ലിം സമൂഹം പോവാതിരുന്നത്? അവര് കേസിന് പോയത് എപ്പോഴാണ്? ഈ കെട്ടിടമൊക്കെ താഴെ വീണതിന് ശേഷമാണെന്നല്ലോ. കെട്ടിടം താഴെ വീണതിന് ശേഷം കോടതിയുടെ ഉത്തരവ് അനുസരിച്ചാണല്ലോ, സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ചാണല്ലോ അവിടെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ബാലാലയത്തിൽ പ്രതിഷ്ഠിച്ച ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പൂജയും നിവേദ്യാദി കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കിയത് സുപ്രീം കോടതി. അതിനെതിരെ എന്തുകൊണ്ട് മുസ്ലിമങ്ങൾ കേസിന് പോയില്ല? നാം ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. അപ്പൊ പിന്നെ ഇത് എങ്ങനെ, ഏത് അടിസ്ഥാനത്തിലാണ് ഇയാൾ പറയുന്നത്? വിവരക്കേടിന്റെ പര്യായമാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട്. ഏത് തങ്ങളായാലും എന്താ? വിവരക്കേട് പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഒരു സമൂഹത്തെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും ഉള്ള ആ ഒരു തന്ത്രം, അത് ഇനിയുള്ള കാലം കേരളത്തിലോ ഭാരതത്തിന്റെ മണ്ണിലോ അത് വിലപ്പോവില്ല എന്നുള്ളത് ഉറപ്പാണ്. യാതൊരു സംശയമില്ല കാര്യത്തില്. അപ്പൊ ഇവര് അന്യായമായി, ഇപ്പൊ കോടതി പറഞ്ഞല്ലോ, സുപ്രീം കോടതി, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, മുസ്ലിമങ്ങളിൽ ജാതിയില്ല. മുസ്ലിമിന് OBC-യിൽ 12% സംവരണം കൊടുക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്. ഭരണഘടനാപരമായി മുസ്ലിം ഒരു മതത്തിന് സംവരണം കൊടുക്കാൻ വിധിയില്ല. ഹിന്ദു സമാജത്തിലെ അവശത അനുഭവിക്കുന്ന അധസ്ഥിത വിഭാഗങ്ങൾക്ക് മാത്രമാണ്, ഹിന്ദുക്കൾക്ക് മാത്രമാണ്, അതിലെ ജാതികൾക്ക് മാത്രമാണ് സംവരണം SC-ക്കും ST-ക്കും OBC-ക്കും നിശ്ചയിച്ചത് എങ്കിൽ ഇവരെന്തിന് ഈടാക്കുന്നു? അവരത് തിരിച്ചടയ്ക്കണം, അവരത് വേണ്ടെന്ന് പറയണം. അവർക്ക് ഇനി അതില് നമുക്ക് മനുഷ്യത്വപരമായ കാരണങ്ങളാൽ മുസ്ലിം സമുദായത്തില് സാമ്പത്തികമായി, സാംസ്കാരികമായി, സാമൂഹികമായി, വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. അത് സമ്പത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, സാമ്പത്തിക സംവരണമായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ ഹിന്ദു സമാജത്തിന് അനുവദിച്ചിരിക്കുന്ന ഇത് തട്ടിയെടുക്കുന്നത് തെറ്റാണ്. ഇപ്പൊ സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ടായല്ലോ, സുപ്രീം കോടതിയുടെ ആ നിരീക്ഷണം നടപ്പാക്കണം. അതിന് യാതൊരു സംശയമില്ലാത്ത ഈ തട്ടിപ്പുകളൊക്കെ തന്നെ തങ്ങളായാലും ആരായാലും ശരി, മുസ്ലിം സമൂഹത്തിലെ വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ യുവതലമുറ തിരിച്ചറിയും, അവരതിനെതിരെ പ്രതികരിക്കും. ഒരു 10 വർഷത്തിന് മുമ്പ് ജാമിയ ടീച്ചറെ പോലെയുള്ള ഒരു മുസ്ലിം വനിതയെ അവരുടെ സമുദായത്തിൽ നിന്ന് കണി കാണാൻ കിട്ടുമായിരുന്നു. എക്സ് മുസ്ലിം എന്ന ഒരു കൺസെപ്റ്റ് കാണാൻ കഴിയുമായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അവരൊക്കെ തന്നെ സ്വത്വബോധമുള്ള സമൂഹമായി മാറുന്നു. ഇതര മതസ്ഥരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവർ പഠിച്ചു തുടങ്ങി. അവരാണ് യഥാർത്ഥ മതേതരത്വവാദികൾ, യഥാർത്ഥ ജനാധിപത്യവാദികൾ. അവർക്കാണ് പ്രോത്സാഹനം കൊടുക്കേണ്ടത്, അല്ലാതെ അവരെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒവൈസിയുടെ ഈ പ്രസ്താവന,
ഈ പാണക്കാട് തങ്ങളുടെ ഈ ഉമ്മർ പ്രസ്ഥാനം ഫൈസി. പിൻവലിക്കേണ്ടതാണ്. തങ്ങളും പിൻവലിച്ച് കോടതിയോട് മാപ്പ് പറയേണ്ടതാണ്. കോർട്ടലക്ഷ്യമാണ്. ഇപ്പൊ കോടതി ചെയ്തിരിക്കുക തെറ്റാണോ? വഖഫ് ഭൂമി എടുത്താണോ ശ്രീരാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്? അദ്ദേഹം അത് വ്യക്തമാക്കണം. എന്തു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിൽ? ഇങ്ങനെയാണ് എങ്കിൽ ഈ മുസ്ലിം ലീഗിന്റെ ആരാധ്യനായ അധ്യക്ഷൻ പാണക്കാട് ശിഹാബ് തങ്ങള് നാളെ ഗുരുവായൂരും ഗുരുവായൂരും അമ്പലപ്പുഴയും അതേപോലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ശബരിമല ക്ഷേത്രവും കൂടൽമാണിക്യവും ഇതൊക്കെ രാജരാജേശ്വര ക്ഷേത്രവും ഒക്കെ തന്നെ വഖഫ് സ്വത്താണെന്ന് പറയാൻ മടിക്കുകയില്ലല്ലോ. ഇതിനെതിരെ ഹിന്ദു സമൂഹം കരുതിയിരിക്കുക. ഇത്തരം ജൽപ്പനങ്ങള് മുളയിലെ നുള്ളുവാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാനുള്ളത്. യെസ്, എന്തായാലും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാടനായാലും ഇനി ഏത് കോത്തായത്തെ ഏത് ഒരുത്തനായി കഴിഞ്ഞാലും ഇനി ഈ പറയുന്ന ഉമ്മർ ഫൈസി ആയാലും ബേസിക്കലി ഇവന്മാർക്ക് എല്ലാവർക്കും ഉള്ളത് മദ്രസ വിദ്യാഭ്യാസം മാത്രമാണ്. ആ കിതാബിനുള്ളിൽ എന്താണുള്ളതെന്ന് ആരിഫ് ഹുസൈൻ സാറും ജാമിദ ടീച്ചറും അതല്ലെങ്കിൽ അനിൽ കൊടിത്തോട്ടം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സബാസ്റ്റിൻ പുന്നക്കലായിക്കോട്ടെ, ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഉച്ചത്തിൽ പറയുമ്പോൾ ഇവന്മാർ ബേസിക്കലി ഈ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് ഈ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറി ഇറങ്ങുന്ന ഈ പരിപാടി ഇനി നടക്കില്ല. അത് ചോദ്യം ചെയ്യാൻ ഇതുപോലെ കൃത്യമായിട്ടും ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരു താക്കീതായി തന്നെ വി ആർ രാജശേഖർജി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾക്ക് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുക. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. കാരണം ഇവിടുത്തെ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് ഇനി ഒരു ഫൈസിയെയും ഒരു താങ്കളെയും ഒരു പാണക്കാടനെയും അനുവദിക്കില്ല എന്നുള്ള 3 തരം തന്നെയാണ് പറയുന്നതെന്ന താക്കീതോടെ തന്നെ തൽക്കാലം ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എന്തായാലും രാജശേഖർജി ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ പ്രേക്ഷകരോട് ഈ വിവരങ്ങൾ പൂർണ്ണമായിട്ട് പറഞ്ഞത്. അങ്ങേക്ക് ഇനിയും ഒരുപാട് പറയാനുണ്ട് എന്നറിയാം. മറ്റൊരു സെഷൻ കൂടി നമ്മൾ വെച്ചത് കൊണ്ട് തൽക്കാലം നമ്മൾക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.